guys. Welcome to the Crazy family. Crazy family. ഗൈസ് ഞങ്ങളുടെ ലൈഫിലെ ഒന്നാമത്തെ ടഫസ്റ്റ് അല്ലെങ്കിൽ Riskiest. കാര്യം ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഇന്ന് പോവാണ്. അപ്പോൾ ഇതെന്താ സംഭവം, കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് പതിയെ മനസ്സിലാകും. അപ്പോൾ എവിടേക്കാണ് പോകുന്നത്, എന്താ കാര്യം എന്നൊക്കെ കണ്ടറിയാം. യെസ്, വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. Stay tuned. എവിടെ ഈശാനി? എനിക്ക് ഈശാനിയുടെ കയ്യിൽ നിന്ന് ഉമ്മ കിട്ടിയ സമാധാനമില്ല ഗൈസ്. എനിക്ക് പോയാലേ ഞാൻ കൊടുത്ത ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവും. ഇത് കുഞ്ഞുങ്ങളോട് കാണണ്ട ഈ വീഡിയോ. അമ്മേ, നീ അച്ഛൻ ഷൂട്ടൊക്കെ കാണാതെ നീ പോയല്ലോ. സോറിയോ? എനിക്ക് സോറിയൊന്നും വേണ്ട. എന്തോ അച്ഛൻ വേണമെങ്കിൽ മക്കളെ വേണമെങ്കിൽ എന്ത് ചെയ്യും? ആ കടിയുള്ളൂ. അടിയോ കടിയോ? എന്തിനാ കടിക്കുന്നേ? വേണമെങ്കില്ല അമ്മ മേടിക്കേ. ഗൈസ്, അപ്പോൾ നമ്മളിത് ഇവിടേക്ക് കയറി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഓട്ടോ യൂഡിയോ. നല്ല EV ആട്ടോ, നല്ല രസമുണ്ട് വണ്ടി. ഗൈസ്, അപ്പോൾ നമ്മളുടെ ഓട്ടോയിൽ കയറി. ഈ ഓട്ടോ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഓട്ടോയിൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കയറുന്നത്. ഇത് EV ആണ്. കൊള്ളാം കേട്ടോ. വേണ്ടേ, നല്ല രസമുണ്ട്. ഇതിൻ്റെ പുറമേക്കുള്ള ഡിസൈനൊക്കെ വന്നിട്ട് നല്ലൊരു രസമുള്ള സംഭവമായിരുന്നു. അമ്മിണി ഹാപ്പി അല്ലേ? അമ്മിണി ഹാപ്പിയാണ് കഴിച്ചു. അപ്പോൾ എവിടേക്കാണ് പോകുന്നത് കാണാം ഇറങ്ങിയിട്ട്. രാമേ, നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയത്? നമ്മളിപ്പോൾ ഹുണ്ടായി ഷോറൂമിലാണ്. നമ്മൾ ഇവിടേക്കാണ് വന്നത് കഴിച്ചു. കുറേ നാളുകൊണ്ട് ഒരു കാറിന് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ കൂട്ടിക്കഴിച്ചൊക്കെ നമ്മൾ ഹുണ്ടായിലെ കൂടെ പോകാമെന്നൊരു പ്ലാന്. ഭ്രാന്താണ് അറിയാം, പക്ഷേ ഇവിടെയാ കാട്ടിത്തരാം. എവിടെയോ റിട്ടേൺ ഹുണ്ടായി. അമ്മണി, നീ ഹാപ്പിയാണോ അമ്മണി? അമ്മണി ഇറങ്ങി നടന്നേ, ഇറങ്ങി നടക്കുക. ലീഡ് ദ വേ. ഇതൊക്കെ വണ്ടികളാണ്. നമ്മളിതിൽ ഏതാണ് എടുക്കാൻ പോകുന്നത് സർപ്രൈസാണ്. രാമേ, നമ്മൾ ഏത് വണ്ടിയെന്ന് പറയുന്നുണ്ടോ? ഇല്ല, ഇപ്പം അതിൻ്റെ കേട്ടാ. അമ്മണി, നോ താങ്ക് യു. നോ നത്തിങ്. അമ്മണി ഇഷ്ടപ്പെട്ടോ? രാമു മറ്റേ എന്തോ കണ്ട് എന്തോ പോലെ നടക്കുക. ഷാനിതയുണ്ട്. പുതിയ ക്രെറ്റയാണ് കേട്ടോ. ക്രെറ്റ ഇലക്ട്രിക്കാ. വണ്ടി നൈസായിട്ടുണ്ട്. അതിൻ്റെ എനിക്കോ രാമുവിനോ സ്വന്തമായിട്ട് സൈക്കിൾ പോലുമില്ല. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ, എനിക്ക് 2-3 മാസം മുന്നേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇഷാനി വന്നിട്ട് പറഞ്ഞു, അച്ഛാ നമുക്ക് കാറ് വാങ്ങാം, ഇതാണ് നമ്പർ എഴുതി കൊടുത്തോളൂ തോന്നിയിട്ട്. അവളൊരു റെനോൾഡിൻ്റെ ട്രൈബറോ മറ്റോ വണ്ടിയാണ്. അതിൻ്റെ ഒരു പാംപ്ലെറ്റ് കാണിച്ചിട്ട് അവിടുത്തെ നമ്പർ വിളിച്ച് പറഞ്ഞിരുന്നു. അവിടെ എന്താണെന്ന് ഞങ്ങളുടെ കാറെന്നൊരു ചിന്ത ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നേക്കണം. കുഞ്ഞുങ്ങളാണ്, ഞങ്ങളുടെ മോളാ, ഞങ്ങളുടെ ജീവനും ജീവിതവും ഒക്കെ അവളാണ്. പിന്നെ പെട്ടെന്ന് കാര്യങ്ങളും ഷടേന്ന് മൂവായി. സോ അങ്ങനെ ഇപ്പോൾ നമ്മൾ ട്രിഡൻ ഹുണ്ടായിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി സാദിഖ് ഭായിയായിട്ട് നേരത്തെ ഫോണിൽ കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ പെരുമാറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഫസ്റ്റ് കോൺവെർസേഷൻ ഞാൻ പുള്ളിയെ മാത്രമേ ഞാൻ ടാറ്റ ഗ്രൂപ്പിനെയും അല്ലെങ്കിൽ ടാറ്റ ഡീലർഷിപ്പും മാരുതിയും ഒക്കെ വിളിച്ചു. പക്ഷേ എനിക്ക് ഫീസിബിളായിട്ട് കൺവീനിയൻ്റായിട്ട് തോന്നിയത് ഹുണ്ടായി ആയിരുന്നു. എനിക്ക് മാത്രമല്ല, എനിക്കും ഞങ്ങൾക്ക് 2 പേർക്കും. കാരണം ടാറ്റയുടെ ഭാഗത്തുനിന്ന് ഒരു ഫോളോ അപ്പോ അവന്മാർ പ്രൈസ് ചോദിക്കുന്ന സമയത്ത് തരുന്നത് വെറും ഡൗൺലോഡ് പ്രൈസായിരുന്നു. പക്ഷേ സാദിഖ് ഭായി അങ്ങനെ അല്ലായിരുന്നു. സോ പിന്നെ ഇവരുടെ അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ളത് ഡീലർഷിപ്പ് ഇവരുടെ ട്രിഡൻ ഹുണ്ടായി ഇവിടെ ബാംഗ്ലൂർ, ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ, MG റോഡ് അടുത്ത്. സോ എന്തായാലും നമ്മൾ വണ്ടി നോക്കുക. ഈ കാണുന്ന മോഡൽ, ആ മോഡൽ ഏതാണെന്നൊക്കെ പിന്നീട് പതിയെ പറയാം. ഈ മോഡൽ എടുക്കണമെന്ന് ഞങ്ങളിപ്പം കരുതുന്നത്, അതായത് ഹുണ്ടായുടെ എക്സ്ചർ. ഞങ്ങൾ ഈ മോഡലൊന്നും അല്ല എടുക്കുന്നത്. ഇതിൽ സൺറൂഫും കുറേയധികം എക്സ്പെൻസീവാണ്. നമുക്ക് ഇത്രയും വലിയ ആവശ്യമൊന്നുമില്ല. ഇതിലും തമാശ എന്ന് വെച്ചാൽ എനിക്കോ രാമുവിനെ പ്രോപ്പറായിട്ട് കാർ ഓടിക്കാൻ പോലും അറിയില്ല. 2 പേർക്ക് ലൈസൻസ് ഉണ്ട്. എന്നാൽ ഈ ബാംഗ്ലൂർ സിറ്റിയിലോ അല്ലെങ്കിൽ ഈ ഗാർഡ് സെക്ഷനിലോ എങ്ങനെ വണ്ടി ഓടിക്കുന്നൊന്നും ഞങ്ങൾക്ക് ഒരു രൂപമില്ല. നാളെ ഇഷാനി പോകുന്ന ദിവസം, അതുകൊണ്ടാണ് ഇഷാനി പൊക്കിക്കൊണ്ട് ഞങ്ങൾ വന്നത്. കാരണം അവളുടെ ആഗ്രഹമാണ്. ഇത് നോക്കടാ ഗൈസ്, ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി. എക്സ്റ്റർ ആണ്, ഹുണ്ടായി HX. ഇത് HX3 റൈറ്റ്? HX6. ഓക്കെ, ഇതിലിത്
സൺറൂഫും മറ്റുമുണ്ട്. നമ്മൾ സൺറൂഫിൻ്റെ കൂടെ അല്ല പോകുന്നത്. ഇത് ആക്ച്വലി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സീറ്റ്. അഡ്ജസ്റ്റബിൾസ് Height adjustable is there, ma'am. This is for the front one. This is for the height. This is fully heighted. But Sadiq, does HX3 does have all the features of height adjustment or No, not? HX2 and HX4. HX4 will be have. But HX4 is sure. അമ്മണി കംഫർട്ടബിൾ ആണോ? ഇത് HX6 ആണ്. നമ്മൾ നോക്കുന്നത് HX3 കാരണം ഇതിൻ്റെ സൺറൂഫുള്ള വേരിയൻ്റാണ് HX6 വരുന്നത്. പക്ഷേ നമുക്ക് സൺറൂഫിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ പറയുക, നേരെ കണ്ടല്ലോ റിവേഴ്സ് ഡ്രൈവ് മാനുവലിൻ്റെ ഓപ്ഷൻ വേണ്ടേ, മാനുവൽ ഓപ്ഷൻ. പക്ഷേ ഞാൻ ബാക്ക് സീറ്റിലേക്ക് നോക്കട്ടെ. അമ്മണി ബാക്ക് സീറ്റിലേക്ക് നോക്കി, നമുക്ക് ഇരുന്ന് നോക്കാം കേട്ടോ. ഇരുന്ന് നോക്കി. ഇഷാനി ഭയങ്കര എക്സൈറ്റഡ് കേട്ടോ. രാമ ശരിക്കോ സൂക്ഷിച്ചു ആരാംസേ കണ്ണ. നമ്മൾ സ്പേസ് ഉണ്ടോ? സംഭവമെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അല്ല സ്പേഷ്യസ് ആണ്. സ്പേഷ്യസ് ആണ്. കാരണം മമ്മിക്ക് വ്യക്തമായിട്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്കൊന്ന് ഇത് സീറ്റ് മറിക്കാൻ പറ്റുമോ ഇല്ലെന്നറിയില്ല. എനിക്കൊന്ന് ഇത് മറിക്കാൻ പറ്റിയാലുണ്ടല്ലോ. നോക്കിയേ പുറത്തേക്കിത്. അല്ല മറ്റേത് ആ ഫീച്ചേഴ്സ് വരത്തില്ല. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ വരുന്നില്ല. ശരി, എനിക്ക് തോന്നുന്നു ബാക്കിൽ സ്പേസ് ഉണ്ട്. സി ഇതിൻ്റെ ഈ നമ്മളെടുക്കാൻ പോകുന്ന വണ്ടിയിൽ ഈ റിയർ AC വരത്തില്ല, ബാക്കിൽ AC, സൺറൂഫ് വരത്തില്ല. സൺറൂഫ് നമ്മൾ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും വരത്തില്ല. തോന്നുന്നത് ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ഇത് കൊള്ളാം അല്ലേ? ഇത് കൊള്ളാം അല്ലേ? നല്ല ലുക്ക് ഉണ്ടോ? നമ്മുടെ ആവശ്യത്തിന്. പക്ഷെ നമ്മുടെ ആവശ്യത്തിന് ഇത് ഇഷു ഇഷ്ടപ്പെട്ടോ ഈ വണ്ടി? ഇതാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. പക്ഷെ ഇതല്ല, ഇതിൻ്റെ മറ്റൊരു മോഡൽ. ഞാൻ ചോദിച്ചിട്ടുണ്ട് പുള്ളിയോട്. എനിക്ക് തോന്നുന്നു ഈ ഒരൊറ്റ AC വണ്ടി, എനിക്ക് തോന്നുന്നു ഈ AC വണ്ടികൾ മാത്രമേ നമുക്ക് HX3 വരത്തുള്ളൂ എന്ന് തോന്നുന്നത്. പവർ വിൻഡോ ബാക്കിൽ വരത്തില്ല. അത് നമുക്ക് ഈ സൺറൂഫിൻ്റെ പ്രശ്നം. കാരണം നമുക്ക് സൺറൂഫ് വേണ്ടാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ കൂടെ പോകുന്നത്. പിന്നെ പക്ഷെ ബഡ്ജറ്റ് അതിനനുസരിച്ച് HX4+ ആകുമ്പോൾ 1.5 ബഡ്ജറ്റ് അഡീഷണൽ മാറും. പക്ഷെ കൊള്ളാം. നമുക്ക് ചെയ്യേണ്ട കാര്യം കസ്റ്റമൈസേഷൻ ഉണ്ടല്ലോ. കസ്റ്റമൈസേഷൻ മക്കളെ പിടിക്കരുത്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. ടിയാഗോകൾ വലിപ്പമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഗൈസ്, ചേട്ടൻ അങ്ങനെ ഇരുന്ന് നോക്കാൻ പോവുകയാണ്. ചേട്ടൻ പിന്നോട്ട് വലിക്കുന്നത് താഴെ ഒരു ഇതുണ്ട്. അല്ല താഴത്തെ ഇതിൻ്റെ ഫ്രണ്ടില് സീറ്റിൻ്റെ മുന്നിൽ മനുഷ്യ. This is for the height adjustable. Front seats. Yeah, this down. സീറ്റിൻ്റെ ഫ്രണ്ടില്. No, that one. Press. ഞാനിതൊക്കെ യൂട്യൂബിൽ നോക്കി പഠിച്ചത്. ഓക്കെ, സോ നമ്മുടെ ഇഷാനി ബേബിയാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടോ കണ്ണ? ഇഷ്ടപ്പെട്ടു വണ്ടി. റോഡ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഇഷ്ടപ്പെട്ടോ? സോ ഇതാണ് ഇതിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ എനിക്ക് തോന്നുന്നു ഇത് HX6 എന്നാ അവർ പറഞ്ഞു അല്ലേടാ? HX6 എന്നാ പറഞ്ഞു. പക്ഷേ ഇവിടുന്ന് റോഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. ഇത്രയും ഒരു അത് മാത്രമല്ല ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് കൊള്ളാം അല്ലേ? വീഡിയോ ഒക്കെ
പക്ഷെ നമ്മൾ എടുക്കാവുന്ന ശരിക്കും മോഡൽ കണ്ടുകിട്ടില്ല, അതെന്താണെന്ന് നോക്കണം. ഐ ലവ് യു ഡിജിറ്റൽ ആയിട്ടോ. പക്ഷെ ഓവറോൾ നല്ലൊരു വണ്ടി കേട്ടോ. അതെ, ഓവറോൾ നല്ലൊരു വണ്ടിയാണ്. ഒത്തിരി ഇതൊക്കെയുണ്ട് സാധാരണ സംഭവം. പക്ഷെ ഇത്രയൊക്കെ നമുക്ക് ആക്സസബിൾ ആവത്തില്ല, ബിക്കോസ് നമ്മൾ ഇതിൻ്റെ ചെറിയ മോഡലാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ നല്ല സ്പേസ്. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാൻ അല്ലടാ, നമ്മുടെ പ്ലാൻ അവിടെ നിന്നിട്ട് ഇനി മറിച്ചിട്ട് ഇത് ബെഡാക്കാനല്ലേ. പറ്റുമല്ലോ, സീറ്റ് ബെൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ക്യാമറ sorry, could you please show me the trunk also if you don't mind? Trunk. One second, I just check. Boot space. ഓവറോൾ എന്തോ എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ്, കൊള്ളാൻ തോന്നുന്നു. കൊള്ളാമെന്ന് ഞാൻ റിവേഴ്സ് ക്യാമറ ഒക്കെ സെൻസറൊക്കെ ഉണ്ടല്ലോ, റിവേഴ്സ് ക്യാമറ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇൻബിറ്റു ഞങ്ങൾ മുകളിലേക്ക് പോയായിരുന്നു കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. കാരണം അവിടെ ആക്സസറീസ് മറ്റും നോക്കാനായിട്ട് സാദിഖ് ഭായി ഞങ്ങളോട് പറഞ്ഞു ഇത് വേണ്ട, കാരണം നിങ്ങൾക്ക് അനാവശ്യമായിട്ട് എക്സ്പെൻസീവാണ്. നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ് പുള്ളിക്കാരൻ കൃത്യമായിട്ട് മനസ്സിലാക്കി. എനിക്ക് ആ മനുഷ്യനോട് ഭയങ്കരമായി ചെയ്യണം. കാരണം അനാവശ്യമായിട്ട് നമ്മളൊരു കസ്റ്റമറെ പുഷ് ചെയ്യാണ്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ നമുക്ക് എങ്ങനെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നു ആ രീതിയിലാണ് പുള്ളിയുടെ ഡീലിങ്സ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും അവസാനം ജസ്റ്റ് കാറ് നോക്കാൻ പോയി ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടും, അതായത് ബാക്കിയുള്ള ഡീലർഷിപ്പുകൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നല്ലൊരു ഡിസ്കൗണ്ടും നല്ലൊരു കോട്ടൊക്കെ തന്നപ്പോൾ ഞങ്ങൾ ടോക്കൺ കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം ഇഷാനി അവളാണ് തന്നത്, റെനോൾഡ് പറഞ്ഞതാണ്. എന്നിട്ട് ഈ വണ്ടി അവൾക്ക് വലിപ്പം പോരെന്ന് അവൾ പറയുന്നത്. നമ്മൾ എക്സ്ട്രാ വന്നിട്ട് വലിപ്പം പോരാന്ന്, അൽക്കാസർ വേണം അല്ലെങ്കിൽ 7 സീറ്ററൊക്കെ വേണമെന്നാണ് പറയുന്നത്. എങ്ങനെ അഫോർഡ് ചെയ്യണം, അതിനുള്ള കാശ് വേണ്ടായോ പിള്ളേരെ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ കാറ് വാങ്ങുകയാണ്, അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി ടോക്കൺ കൊടുക്കുകയാണ്. എക്സ്ട്രാ ആണ് എടുക്കുന്നത്, എക്സ്ട്രൻ്റെ ബേസ് മോഡൽ, അത് AMD മോഡൽ നമ്മൾ എടുക്കുന്നത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇനിയുള്ള വീഡിയോ വരാം. നമുക്കറിയാം ഇനിയുള്ള വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റ് ഡ്രൈവിൻ്റെ വീഡിയോ ഉണ്ട്. ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ സെയിം സ്റ്റോറി കേട്ടോ. ഒരു സൈക്കിൾ പോലും ഇല്ലാത്തവനും ഒരു വണ്ടിയും കൊണ്ട് ഇമാതിരി ഒരു മെഷീൻ കൊണ്ട് നമ്മൾ എവിടേക്കാണ് പോകുന്നത്, അത് അടുത്ത വീഡിയോയിൽ കാണാം. പക്ഷെ എന്തായാലും എക്സൈറ്റഡ് ആണ്. അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ ഓൾറെഡി നമ്മൾ കാറിൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഈ ഞങ്ങൾ എടുക്കുന്ന സമയത്ത് എക്സ്ട്രീംലി എക്സൈറ്റഡ് ആയിരുന്നു. എന്താണ്, എങ്ങനെ മാനേജ് ചെയ്യും, മറ്റേ നെഞ്ചൊക്കെ മറ്റേ ഹാർട്ട് ബീറ്റ്സ് വന്നിട്ട് ഈ പറ്റാക്ക് വരുമെന്ന് പറഞ്ഞാലേ 120 ഇരുന്ന് ടക് 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 ടക്. രാമേ പറ്റുമോടാ പോയി, പറ്റും ചേട്ടാ പറ്റും. രാമേ പറ്റുമോ? പിന്നെ മമ്മി വിളിക്കും, മമ്മിയെ വണ്ടി വേണോ? വേണം വണ്ടി എടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിട്ട് ഇവിടുന്ന് ഷോറൂമിൽ നിന്ന് പോകാൻ ഇതിൻ്റെ പാർട്ട് 2 നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് വെയിറ്റ് ചെയ്യുക. പക്ഷേ ഒരു കാര്യം പറയാൻ വേണ്ടി അറിയാം, ഈ ഇവിടുത്തെ ടിഡൻ ഹുണ്ടായുടെ MG റോഡ് നമ്മുടെ ഡോംബ്ലൂരുള്ള ഷോറൂമിലെ സ്പെസിഫിക്കായി ഞാൻ പേര് പറയും, സാദിഖിൻ്റെ സർവീസ് അംഗീകരിക്കാൻ പറ്റില്ല. പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം നിങ്ങളൊരു വണ്ടി നോക്കുന്നെങ്കിൽ ഹുണ്ടായതാണെങ്കിൽ ഈ ഒരു ഡീലർഷിപ്പ് ഞങ്ങൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് റെക്കമെൻഡ് ചെയ്യുന്നത് മേ ബി നമുക്കറിയില്ല. ഫൈനൽ റെക്കമെൻഡേഷൻ മുതൽ നമുക്ക് വണ്ടിയുടെ ഡെലിവറി എടുത്തിട്ട്, അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മൾ ഇവിടുന്ന് വണ്ടി ഫൈനലൈസ് ചെയ്തു എക്സ്ട്രാ. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്ക് കാര്യമുണ്ട്. അതിന് കാരണം വരുന്ന വീഡിയോസിൽ പറയാൻ പറ്റും. വേറെ എന്താ നമ്മൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇഷ്ടമല്ല ഓവറോൾ ജസ്റ്റ് ഒരു സഡൻ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.